everyone, welcome to my channel. My name is Merin and I am a 5th year law student from Christ University, Pune Lavasa campus. So college ഒക്കെ തുടങ്ങാൻ ഇനി ക്രൈസ്റ്റിലെ ക്ലാസ്സസ് തുടങ്ങാൻ there is only going to be one more month and I've been getting a lot of messages on Instagram and my YouTube channel like നേരത്തെ തൊട്ട് വീഡിയോസിൻ്റെ കമൻസ് ആയിട്ടൊക്കെ I've been getting a lot of messages regarding the hostel, the accommodation, the transport and the food, like kind of those questions from the freshers and also their parents. അപ്പോൾ കുറേ പാരൻസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളെയൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം ഈ ഒരു വിത്തിൻ 1 മന്തിൽ അവർക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരുടെയും കൺസേൺ ആയിരുന്നു റിഗാർഡിങ് ഫുഡ്. I do not mind how do I look and probably I hope the audio is clear because right now I'm in my internship and ഇത്തിരി ട്രൈപ്പോഡൊക്കെ വെച്ച് ക്യാമറ ഒന്നും സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എനിവേയ്സ് അപ്പം ലൈക്ക് ഇൻറ്റേൺഷിപ്പിൽ വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ല, പ്രോപ്പർ അറ്റയറില്ല, വാട്ട് എവർ. സോ ഫസ്റ്റ് തിങ് ഇസ് ഹോസ്റ്റൽ ആൻഡ് ഈ വർഷം തൊട്ട് ഹോസ്റ്റലിൽ the college made it mandatory for the freshers to stay in hostel. അപ്പോൾ ഞങ്ങളൊക്കെ താമസിച്ചപ്പോൾ ഇതിപ്പോൾ 5th ഇയറിലാണ് ഞങ്ങൾ. അപ്പോൾ ഒരു 4 വർഷം മുമ്പ് തൊട്ട് തന്നെ ഇറ്റ് വാസ് നോട്ട് മാൻഡറ്ററി ഫോർ അസ് ടു സ്റ്റേ ഇൻ ഹോസ്റ്റൽ. അപ്പോൾ നമ്മൾക്ക് പ്രൈവറ്റിൽ ഫ്രം ദ ഫസ്റ്റ് തൊട്ട് ഞങ്ങളെല്ലാവരും എൻ്റെ ബാച്ചിൽ ഞാനും ഞങ്ങളുടെ ബാച്ചിൽ കുറേ പിള്ളേരും പ്രൈവറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്തവണ കോളേജ് ലൈക്ക് ഡ്യൂ ടു ദ ഇൻസഫിഷ്യൻസി ഓഫ് ലൈക്ക് അക്കോമഡേഷൻ ബിക്കോസ് ഹോസ്റ്റൽ വേണ്ടുന്ന പിള്ളേർക്ക് പോലും ഹോസ്റ്റൽ കിട്ടാതായതുകൊണ്ടാണ് അവർ ലൈക്ക് ഹോസ്റ്റൽ കോളേജ് കുറേ ഹോസ്റ്റൽസ് വാങ്ങിച്ചു പ്രൈവറ്റ് ഓണേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അങ്ങനെ കുറേ റൂംസ് ഉണ്ട്. സോ ദേ ഹാവ് ടു മേക്ക് അതിപ്പം മേടിച്ചിട്ടിട്ട് പിള്ളേർ താമസിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് മാൻഡറ്ററി ആക്കിയത്. ആൻഡ് ലേറ്റർ ഓൺ ദർ ഇസ് എൻ ഓപ്ഷൻ ടു ചേഞ്ച് ലൈക്ക് സ്വിച്ച് ടു പ്രൈവറ്റ് I think after 1 year. So but at least 1 year you have to be there in a hostel. And regarding the hostel rules, is it that much strict and all? Like it's not that strict like as far as I know because ഞാൻ പ്രൈവറ്റിൽ താമസിക്കുന്നെങ്കിൽ പോലും കുറച്ചൊക്കെ എക്സെപ്ഷൻസ് ഒക്കെ കിട്ടും. കാര്യം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കാം. ലൈക്ക് ഇപ്പം കുറച്ച് ലൈക്ക് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ഹോസ്റ്റലിൽ കയറ്റാനൊന്നും പറ്റത്തില്ല. പക്ഷേ കർഫ്യൂ ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് 10:30 ഫോർ എവറി വൺ. എനിക്കിന്ന് പ്രൈവറ്റിൽ താമസിക്കുന്നവർക്ക് മാത്രം 11 o'clock ആണ്. ഹോസ്റ്റലൈറ്റ്സിന് ഇറ്റ്സ് 10:30. പക്ഷേ അതൊരു പ്രൈവറ്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് മാർക്കറ്റിൽ നിന്നൊക്കെ കയറും. അപ്പോൾ മാർക്കറ്റൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആണ്. സോ അത് കഴിഞ്ഞാൽ കയറിയേ പറ്റും. പിന്നെ ഇത്തവണ ആഷ്യാന അപ്പാർട്ട്മെൻറ്റ്സ് ആഡ് ചെയ്തോന്ന് ചോദിച്ച് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഷ്യാന അപ്പാർട്ട്മെൻറ്റ്സ് used to be the place wherein the only old age people റൂം എടുത്ത് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ആസ് മച്ച് ആസ് എനിക്ക് അറിയാവുന്നിടത്തോളം ഇങ്ങനെ ആയിരുന്നു. ബട്ട് അതിപ്പം ഹോസ്റ്റലിൻ്റെ റൂംസും അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റൽസ് കൊടുക്കുന്നുണ്ട്, ഡബിൾ ഷെയറിങ്, ട്രിപ്പിൾ ഷെയറിങ്. അത് ഹോസ്റ്റൽ ഡീറ്റെയിൽസിനകത്തിൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ. എനിക്ക് എൻ്റെ കോൺടാക്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഞാനത് പേഴ്സണലി ആണെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു ഓപ്ഷനാണ്. ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് റെസിഡൻസ് ഓർ ഹോട്ടൽ സെലിബ്രേഷൻസ്. പിന്നെ ചിലർ ചോദിച്ച് വില്ല കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല, നമ്മളല്ല ചൂസ് ചെയ്യുന്നത്, കോളേജ് തരുവാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ലെറ്റ്സ് സേ ഒരു 50 people are there and only 30 availabilities are there in this hotel celebrations because most of the people wanted to be there. അതാണ് കുറച്ചും കൂടി ജസ്റ്റ് ഓപ്പോസിറ്റ് ടു കോളേജ് ആണ്. ലൈക്ക് കുറച്ചുകൂടി നല്ലത്, നടന്നൊക്കെ പോകാതെ ഒഴിവാക്കാം. പക്ഷേ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പം 30 സീറ്റ്സ് ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം വന്ന 30 സീറ്റ്സ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലായിരിക്കും സീറ്റ്സ് അലോട്ട് ചെയ്യുന്നത്. അപ്പം അതാണ്, അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വൺസ് ദ ഗൂഗിൾ ഫോം ഇസ് ഔട്ട് ടു ഫിൽ ദ ഹോസ്റ്റൽ ഡീറ്റെയിൽസ് യു ഇമ്മീഡിയറ്റ്ലി ഹാവ് ടു ഡു ദാറ്റ് ബിക്കോസ് ഐ തിങ്ക് വിത്തിൻ 2 weeks അത് ഇറങ്ങും. അപ്പം അതിൻ്റെ ബേസിസിലായിരിക്കും, പ്യുവർലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റൂംമേറ്റ് ചോയ്സ് ചോദിച്ചു. റൂംമേറ്റ് ചോയ്സ് ഈസ് ഓൾസോ ഐ തിങ്ക് എനിക്കറിയാവുന്നിടത്തോളം കൂടുതൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ ബാച്ചിലുള്ളവർ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ റൂംമേറ്റ്സ് ആണെങ്കിലും വേറെ സീനിയേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സീനിയേഴ്സ് ആയിരിക്കും ഐ തിങ്ക് മോസ്റ്റ്ലി. അപ്പം അത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് മഴ പെയ്യത്തില്ല. എനിവേ ഹോസ്റ്റലിനെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. പിന്നെ ഫുഡിൻ്റെ കാര്യം, കോളേജ് ക്യാൻറ്റീൻസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സിംഗിൾ ബിൽഡിംഗ്. അതുകൊണ്ട് തന്നെ കോളേജ് ഹോസ്റ്റൽസിൽ ഫുഡില്ല, മെസ്സില്ല. പിന്നെ ഉള്ള എവിടെയാണെന്ന് വെച്ചാൽ
കോളേജിൽ 7 ക്യാൻറ്റീൻസ് ഉണ്ട്, 2 ബ്ലോക്കിലായിട്ട്, മാനേജ്മെൻറ്റ് ബ്ലോക്കിലും സെൻട്രൽ ബ്ലോക്കിലും. പിന്നെ നമുക്ക് കോളേജിലെ മാർക്കറ്റിൽ ഫുഡുണ്ട്, 10:30 വരെ 11 മണി വരെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. പിന്നെ ചില ഹോട്ടൽസ് ഉണ്ട് 10:30 കഴിഞ്ഞിട്ടും അവർ ഫുഡ് ഡെലിവറി ചെയ്യും. ബട്ട് ഫസ്റ്റ് ഇയേഴ്സിന് അത് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഹോസ്റ്റലിൽ 10:30 ശേഷം ഫുഡ് കൊടുക്കാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അത് പറ്റത്തില്ല, കർഫ്യൂ ടൈം ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ അതേസമയം ഇഫ് യു ചൂസ് ടു സ്റ്റേ ഇൻ കോളേജ്, ഐ മീൻ ക്യാമ്പസ്, ബിക്കോസ് 24/7 കോളേജ് ഈസ് ഓപ്പൺ. സോ for hostelites, Google Forms will be out, like whether you can opt for night stay. So if you choose to stay at college till 12 o'clock, let's say 12 മണി വരെ നിങ്ങൾ കോളേജിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 12 മണി വരെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 10:30 നിങ്ങൾക്ക് കർഫ്യൂ ടൈം ബാധകമല്ല. ഇപ്പോൾ 1 o'clock വരെ നിങ്ങൾക്ക് കോളേജിൽ നിൽക്കാം, അല്ലെങ്കിൽ 2 മണി വരെയോ 3 മണി വരെയോ വെച്ച് 4 മണി വരെയോ വെളുപ്പിന് വരെ നിൽക്കാം. 24/7 കോളേജ് ഓപ്പൺ ആണ്. അതിപ്പോൾ ലൈബ്രറിയൊക്കെ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും കോളേജിൽ ഇരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്സ് ഉണ്ടോ സ്പോർട്സ് ഉണ്ടോ എന്തിൻ്റെ വേണമെങ്കിലും പ്രാക്ടീസൊക്കെ ചെയ്യാം. ലൈക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണും, സബ്ജക്റ്റ് ടു കുറച്ച് എക്സെപ്ഷൻസ്. അല്ലാണ്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ ഫൈൻ ആൻഡ് ഗുഡ്. ഫുഡിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ 1 ക്യാൻറ്റീന്, 2 മാർക്കറ്റിലെ ഹോട്ടൽസ്, മൂന്നാമത്തത് ഈ ടിഫിൻ കെട്ടിക്കൊടുക്കുന്ന, ലൈക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ടിഫിൻ കൊണ്ട് കൊടുക്കുന്നവരെ എനിക്കറിയാം, ഒരു 3-4 പേര്. അത് തായിമാർ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പോയി മേടിക്കണം, അങ്ങനെ മറ്റുമാണ്. സോ അതും ഒരു ഓപ്ഷൻ. അപ്പോൾ അതാണ് ഫുഡിനെ പറ്റി. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികൾ ചോദിച്ചത്. പിന്നെ ഡ്രസ് കോഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് ഹാൻഡ് ബുക്ക് ഉണ്ട്. അപ്പം അതിനകത്തിലുള്ളതിനെക്കാട്ടി കൂടുതലൊന്നും ഡ്രസ് കോഡ് ഇല്ല. ഇപ്പം ഇപ്പോൾ ഇതൊരു സൽവാർ കമ്മീസ്, ഇതിൻ്റെ കൂടെ ദുപ്പട്ട ഇടണം, അത് വേറെ കാര്യം. ഇപ്പോൾ കോടതി പോയോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ്, പാൻറ് എന്ന് പറയുമ്പോൾ ലെഗിനായിരിക്കാം, അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പം ഇതേമാതിരത്തെ യു വോണ്ട് ബി ഏബിൾ ടു സീ, ബട്ട് ഇതേമാതിരത്തെ പാൻറ് ഇടാൻ പറ്റും. പക്ഷേ ഒരു ദുപ്പട്ട വേണം കുർത്തി ഇടുവാണെങ്കിൽ. അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കോർപ്പറേറ്റ് ഫോർമൽസ്. സോ ബൈ ദ വേ, ഇന്ത്യൻ ഫോർമൽസ് ഇടുന്നെങ്കിൽ യു നീഡ് ടു വെയർ സാൻഡൽസ്. ഗേൾസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, സാൻഡൽസ് ഇടണം. അല്ലെങ്കിൽ സെക്കൻഡ് യു ക്യാൻ വെയർ കോർപ്പറേറ്റ് ഫോർമൽസ്, എനി കളർ ഷർട്ട് വിത്ത് എനി കളർ പറയുന്നത് പാൻറ്റ്സ്. എനി കളർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇൻഡിക്കേറ്റർ കളർ ഉണക്കത്തെയൊക്കെ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഒരുമാതിരി ഒരു ഫോമിൽ എത്തിയൊരു മാതിരി തോന്നിക്കുന്ന രീതി. പിങ്ക് കളർ പാൻറ്റും റെഡ് കളർ പാൻറ്റും അത് മാക്സിമം ഒഴിവാക്കുക, അത് അധികം അങ്ങനെ ആരും ഇടാറില്ല. നോർമലി ഒരു ഫോമൽ ഏത് കളറാണെങ്കിലും. പിന്നെ ബ്ലേസർ വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടാം, അല്ലാത്തപ്പോൾ ഇടാതിരിക്കാം. പിന്നെ തേഴ്സ്ഡേയ്സിൽ നമ്മൾക്ക് യൂണിഫോം ഉണ്ട്. ബ്ലാക്ക് കളർ ബ്ലേസർ, വൈറ്റ് കളർ ഷർട്ട്, ബ്ലാക്ക് കളർ പാൻറ്റ്, അതായത് ബ്ലാക്കും വൈറ്റ് ഷർട്ടും. ബോയ്സിന് ടൈസ് എ മസ്റ്റ്. ഐ മീൻ വിത്ത് ദിസ് അറ്റയർ, എന്താ പറയുന്നത്, ബിസിനസ് ഫോർമൽസിൻ്റെ കൂടെ വ്യാഴാഴ്ച. ഗേൾസിൻ്റെ ടൈയിലും കുഴപ്പമില്ല, ടൈ വേണം എന്നൊക്കെ പറയും. പക്ഷേ ഫോർമൽസ് ഇടുന്ന ദിവസം ഫോർമൽ ഷൂസ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. ബോയ്സ് എല്ലാ ദിവസവും ഫോർമൽ ഷൂസാണ് ഇടുന്നത്. പക്ഷേ വ്യാഴാഴ്ച അല്ലേ, തേഴ്സ്ഡേസിൽ നിർബന്ധമായിട്ടും ബ്ലാക്ക് ഷൂസ് ഇട്ടിരിക്കണം ഗേൾസ് ആണെങ്കിലും. അല്ലെങ്കിൽ ഹീൽസ് ഇടാം, ബ്ലാക്ക് ഹീൽസ്. അതാണ് എനിക്കറിയാവുന്നിടത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ സാറ്റർഡേയ്സിൽ ക്രൈസ്റ്റിൻ്റെ ഒരു എംബ്ലം വെച്ച് ടീഷർട്ട് കിട്ടും. അത് യു ക്യാൻ പർച്ചേസ് ഫ്രം എ ക്യാമ്പസ് സ്റ്റോർ. നമുക്കവിടെ ക്യാമ്പസ് സ്റ്റോറുണ്ട്. അപ്പോൾ ക്യാമ്പസ് സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇടുന്ന ജീൻസ് എന്ന് പറയുന്നത് ഈതൊരു ബ്ലൂ കളറ് അല്ലെങ്കിൽ ബ്ലൂ ഓ ബ്ലാക്ക്, ഈ ഒരു കളറേ പറ്റത്തുള്ളൂ. പണ്ട് നമ്മൾ ഏത് കളർ വേണമെങ്കിലും ഇടുമായിരുന്നു, ഈവൻ വൈറ്റ്, റെഡ് ഓ ഗ്രീൻ, ലൈക്ക് വിത്ത് കാർഗോ ജീൻസ് ആൻഡ് ഓൾ. ബട്ട് ഇപ്പോൾ അതൊന്നും ഇല്ല. ഒരു നോർമൽ ഒരു സ്കിന്നി ഓർ ബാഗി ജീൻസിൻ്റെ കൂടെ ആ ടീഷർട്ടും ക്രൈസ്റ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പലതരം കളറിലുള്ള, എനിക്കൊന്ന് ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ കളറിലൊക്കെയുള്ള ടീഷർട്ട്സ് ഉണ്ട്. അത് കോളേജിൻ്റെ എംബ്ലം വെച്ച് ക്യാമ്പസ് സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്നത്. അത് ഏതാണെങ്കിലും അത് മേടിച്ച് സാറ്റർഡേയ്സിലിടാം. അത് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ഫോർമൽസ് വേണമെങ്കിലും സാറ്റർഡേയ്സിലിടാം, യുവർ ചോയ്സ്. പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ സെക്യൂരിറ്റി മസ്റ്റായിട്ട് പറയുവാണെങ്കിൽ യു ക്യാൻ ടേക്ക് റിസ്ക്. ബിക്കോസ് ലെറ്റ്സ് എ ഫസ്റ്റ് പീരീഡ് നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട്, പക്ഷേ സെക്യൂരിറ്റി കയറ്റി വിട്ടില്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ എഴുതാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊരു എക്സ്ക്യൂസും പറയാൻ പറ്റത്തില്ല. ആൻഡ് ദ അതർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ID കാർഡ്. എല്ലായിടത്തും പറയുന്ന ID കാർഡ് ഇല്ലെങ്കിൽ കോളേജിൽ ജസ്റ്റ് ഫൊർഗെറ്റ് അബൌട്ട് കമ്മിങ് ടു കോളേജ്. വാട്ട് എവർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ലൈക്ക് അഗെയിൻ ദ സെയിം എക്സാമ്പിൾ, യു ഹാവ് എ ടെസ്റ്റ് പേപ്പർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്, നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം, നിങ്ങൾക്ക് ക്ലോസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ 5 o'clock മീറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്കിന്ന് 4:30 ശേഷം 4:30 ശേഷം ഫോർമൽസ് മാറ്റി നിങ്ങൾക്ക് നോർമൽ ജീൻസ്, ഹുഡീസ്, ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് കയറാം. യൂണിഫോം ഇടേണ്ട ആവശ്യമില്ല കോളേജിൽ.
പക്ഷെ ഇപ്പോൾ മീറ്റിംഗ് ഉണ്ട്, ID കാർഡൊന്നും ഇല്ലാതാണ് വരുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ദിസ്. യു നീഡ് ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഇൻ കേസ് നിങ്ങളുടെ ID കാർഡ് ഇല്ലാണ്ട് അകത്ത് കയറി പിന്നെ പിടിച്ചാലൊക്കെ. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രൂമിങ്ങിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു. സ്റ്റുഡൻറ്റ് ഹാൻഡ് ബുക്കിൽ കൃത്യമായിട്ടുണ്ട്. പിയേഴ്സിങ്സ് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്കറിയത്തില്ല, പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഐ മീൻ ഇത്രേ എനിക്കറിയത്തുള്ളൂ, അതിൽ കൂടുതൽ എനിക്കറിയത്തില്ല. പിന്നെ നോസ് പിൻസ് പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഇതിട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഹെയർ കളറ് പറ്റുമായിരിക്കും, പക്ഷേ പറ്റത്തില്ല എന്നാണ്. പക്ഷെ പറ്റും, കുഴപ്പമില്ല. ഇതാണ് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ, ലൈക്ക് ട്രൂ റിവ്യൂ. സ്വഭാവം നന്നായിരിക്കണം. പിന്നെ റൂൾസ് ഫോളോ ചെയ്യണം, മെയിനായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണം. ഇഫ് യു ആർ കോട്ട് വിത്ത് എനി ഡ്രഗ്സ് ഓർ എനി കൈൻഡ് ഓഫ് ദോസ് തിങ്സ്, ഇറ്റ്സ് ലൈക്ക് പെർട്ടിക്കുലർലി റിട്ടേൺ. എൻ്റെ അടുത്ത് ചോദിച്ചവരൊക്കെ ലൈക്ക് ടു മച്ച് കൺസേൺഡ് അബൌട്ട് ദാറ്റ്, യുനോ, പാരൻസൊക്കെ. പക്ഷേ കോളേജിനകത്തിൽ അതൊന്നുമില്ല. ആൻഡ് പക്ഷേ പാർട്ടി കൈൻഡ് ഓഫ് തിങ്സ് പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. ഇഫ് യു കമ്മിങ് ഫോർ ദാറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ഫോർ യു ജെന്യൂൻലി. ആൻഡ് യു ക്യാൻ ചൂസ് യുവർ ലൈക്ക് യുനോ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ടൈം എൻജോയ് ചെയ്യാൻ പറ്റും, ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ഈ CIS അസൈൻമെൻറ്റ്സ് പ്രൊജക്ട്സ് എന്നൊക്കെ വായിച്ചു, യൂട്യൂബിൽ റിവ്യൂ കണ്ടു, സമയമൊന്നും ഇല്ല എന്നൊക്കെ. ഞാൻ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതൊക്കെ ചെയ്യുന്നു, എൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നു, ലൈക്ക് യുനോ ആർട്സിന് ചേരുന്നു, പാട്ട് പാടുന്നു, ഇവൻറ്റ്സ് നടത്തുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊക്കെ സമയമുണ്ട് ചെയ്യാൻ. അതിൻ്റെ കൂടെ ഞങ്ങൾ ഇടയ്ക്ക് പാർട്ടി, ഐ മീൻ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി, ഹൗസ് പാർട്ടി ഉണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരിക്കും, ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. സോ ഇതിനെല്ലാം സമയമുണ്ട്, നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ഫസ്റ്റ് ഇയർ മാതിരി ആയിരിക്കില്ല സെക്കൻഡ് ഇയർ മാതിരി ആയിരിക്കില്ല തേർഡ് ഇയർ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ ഡിഫിക്കൽട്ട് ടു സർവൈവ്. കോളേജ് എൻവിറോൺമെൻറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. യുനോ എത്രത്തോളം കമ്മിറ്റിക്ക് ചേരാൻ പറ്റുമോ അത്രത്തോളം കമ്മിറ്റീസിലും സെറ്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കുറേ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. join as many clubs that you can in the first year and second year. ഇപ്പോൾ 5-year കോഴ്സൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി, ഈവൻ ഇൻ 3-year കോഴ്സസ് ആണെങ്കിലും, ഇപ്പോൾ ഡേറ്റ സയൻസ് ആണെങ്കിലും, BB ആണെങ്കിലും, BCom ആണെങ്കിലും, ഇപ്പം PG കോഴ്സുണ്ട്, MSc ലൈക്ക് ഡേറ്റ സയൻസ്, ഗ്ലോബൽ ഫൈനാൻസ്, കുറേ കോഴ്സുണ്ട്. ഇതൊക്കെ ആണെങ്കിലും 2 വർഷമുള്ള, ഇപ്പോൾ MBA ആണെങ്കിലും 2 വർഷമുള്ള കോഴ്സുകളാണെങ്കിലും MBAക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, കുറേ പഠിക്കാനുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് പാട്ടിനൊക്കെ ഉള്ള പിള്ളേർ. പക്ഷേ അവരതൊക്കെ ചെയ്യുന്നുണ്ട്, അവരതെല്ലാം ചെയ്തുകൊണ്ടും അവരുടെ അക്കാഡമിക്സ് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ട്രൈമസ്റ്റർ ആയിരിക്കും, സെമസ്റ്റർ ബേസിലായിരിക്കത്തില്ല. അപ്പം ഇച്ചിരി പാടായിരിക്കും. ആൻഡ് അറ്റൻഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ്സ് ഓൾ. ഇഫ് യു ഹാവ് എനി ഫർദർ ക്യൂരീസ്, please put it in the comment box, or ask me on Instagram. My Instagram handle is given in the description box and also in my profile. Just go and check. If you're new to my channel, please go and subscribe so that you won't miss any of my updates in future. That's it. And again, if you have any further queries, please do not hesitate to reach out. Thank you so much for watching.